നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നയനയ്ക്ക് ആപ്പിളൊക്കെ ചെത്തി കൊടുക്കുവാണ് ആദർശ്. എന്നിട്ട് പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. വേണ്ട ആദർശേട്ടാ, മതി, എപ്പോഴും കഴിക്കുന്നു പറഞ്ഞിരിക്കും. അതെ, ഈ സമയത്ത് കഴിക്കണം, എങ്കിലും നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ തീറ്റിച്ച് അവസാനമാണെങ്കിലോ തടി കൂടിയിട്ട് വല്ലാതെ വൃത്തികേടായിപ്പോന്ന് പറഞ്ഞു. അത് നമുക്ക് പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേന് എക്സസൈസ് ചെയ്ത് മാറ്റാവുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോഴാണ് നയനയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് കോൾ എടുത്തു. എന്താ അച്ഛന്ന് ചോദിച്ചു. മോളെ ഒന്നും പറയണ്ട, ആ അബിയോട് ജ്വല്ലറി മാനേജരാൻ പോവണ്ടെന്ന് കനക പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവൻ കൂട്ടാക്കിയില്ല. ഒടുവില് നവ്യയുടെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു പറഞ്ഞോണ്ട് കനക ഇവിടുന്ന് പോയേക്കുമെന്ന് പറഞ്ഞു. എങ്ങോട്ട്? നവ്യയോട് ഇവിടെ അടുത്തുള്ള കടപ്പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് പോയിട്ടുണ്ട് കനക എന്ന് പറഞ്ഞു. മോളെ എന്തെങ്കിലും ചെയ്തില്ലേ പണിയാവൂന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, ശരി അച്ഛാ, അച്ഛൻ കോള് കട്ട് ചെയ്തോളാൻ പറഞ്ഞു. പിന്നീട് ആദർശനോട് പറഞ്ഞു, ആദർശേട്ട ആകെപ്പാടെ പ്രശ്നമായി. നവ്യേച്ചിയോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു പറഞ്ഞിട്ട് അമ്മ ഇറങ്ങിയിരിക്കുക. അവിടെ അടുത്തുള്ള ആ ബീച്ചിലേക്ക് പോയേക്കുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നവ്യേച്ചി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്ന, അറിയാലോ. ഇതിനു മുമ്പ് നവ്യേച്ചിയോട് പറയാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നവ്യേച്ചി എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആദർശേട്ടാ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ. ഒരു കാര്യം ചെയ്യ, നീ നിന്റെ അമ്മയൊന്ന് വിളിച്ചു നോക്ക്. ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് നയന കോൾ എടുത്ത് കനകയെ വിളിക്കുകയാണ്. ആ സമയത്ത് ഫോൺ കനക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ കനകയുടെ ഫോൺ ബെല്ലടിക്കുന്ന കണ്ടപ്പോഴത്തേനും ഗോവിന്ദനോർത്തു, അയ്യോ അവള് ഫോൺ എടുത്തില്ലല്ലോ. പിന്നീട് ഗോവിന്ദൻ കോൾ എടുത്തിട്ട് പറഞ്ഞു, മോളെ അമ്മ ഫോൺ എടുക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു, ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയേക്കെന്ന് പറഞ്ഞു. ശരി അച്ഛാ എന്നും പറഞ്ഞിട്ട് നയന കോള് കട്ട് ചെയ്തിട്ട് പറഞ്ഞു, ആദർശേട്ടാ അമ്മ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ആകെപ്പാടെ പ്രശ്നത്തിലാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോണെന്ന് പറഞ്ഞു. അല്ല, നിന്റെ അമ്മ ഏതെങ്കിലും ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ടായിരിക്കുമല്ലോ അങ്ങോട്ട് പോയിരിക്കുന്നത്. അതെ, അതിനുമുമ്പ് നമുക്ക് അവിടെ എത്തണം ആദർശേട്ടാ, അമ്മയെ തടയണോന്ന് പറഞ്ഞു. എന്നാ ശരി പോവാന്ന് പറഞ്ഞു. അല്ലെ, ഞാൻ നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, നന്ദു അമ്മ പെട്ടെന്ന് അവിടെ എത്തുമെങ്കിലേ. അങ്ങനെ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് നയന പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? അമ്മ നവ്യേച്ചിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ടാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അവിടെയുള്ള കടപ്പുറത്തേക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല നന്ദു, നീ ഫ്രീ ആണോന്ന് ചോദിച്ചു. അയ്യോ നയനേച്ചി, എനിക്ക് SP ഓഫീസിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ഇപ്പം, അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി, സാരമില്ല, ഞാനും ആദർശേട്ടനും കൂടെ ഇപ്പൊ തന്നെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. നന്ദുവിനും ഭയങ്കര ടെൻഷനായി. എന്താ ഏതാ എങ്ങനെയാണെന്നും അറിയത്തില്ലല്ലോ. പിന്നീട് നവ്യ കനകയ്ക്ക് വേണ്ടി കാത്തു വയ്ക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കനക അങ്ങോട്ടേക്ക് വന്നു. കനകയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, അല്ല അമ്മ എന്തൊക്കെയോ സസ്പെൻസ് മനസ്സിൽ വെച്ചോണ്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താ അമ്മ മനസ്സിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, അതെ കുറെ കാര്യങ്ങളുണ്ട്, അത് ഇന്നത്തോടു കൂടി എന്താണെങ്കിലും ഞാൻ തുറന്നു പറയൂന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, അമ്മേ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോ അറിയപ്പെടുന്ന അനന്തപുരിയുടെ മരുമാളെന്ന പേരിലല്ല, അബിയുടെ ഭാര്യ എന്ന പേരൊന്നും അല്ല ഞാൻ അറിയപ്പെടുന്നത്, ജ്വല്ലറിയുടെ പരസ്യ മോഡൽ എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ആ രീതിയിലാ ഇപ്പൊ ഞാൻ ഫേമസ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയുള്ള ഞാൻ അവിടെ അബിയുടെ ജോലിയുടെ കാര്യം റെക്കമെൻഡ് ചെയ്തു, അവർ സമ്മതിക്കുകയും ചെയ്തു. അബി ജോലിക്ക് പോവുകയും ചെയ്യും. മൂർത്തി മുത്തശ്ശൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ടിരിക്കണേ? ആ വീട്ടിലാണെങ്കിലോ അബിയുടെ അമ്മയൊക്കെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അബിയാണെങ്കിലും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മായിക്ക് പോലും സഹിച്ചില്ല. അമ്മായിയും വിരൽ ചൂണ്ടി പോവണ്ടെന്നും പറഞ്ഞുണ്ട്. പക്ഷേ എങ്കില് മുത്തശ്ശൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് നല്ല ദേഷ്യം വന്നു. കനക പറഞ്ഞു, അവൻ ജ്വല്ലറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ജ്വല്ലറി എപ്പ തകർന്നെന്ന് ചോദിച്ചാൽ മതി. പിന്നെ അമ്മയുടെ വേറൊരു വരുമാനമുണ്ടല്ലോ ആദർശ്, അവൻ മാത്രം നല്ലതായിട്ടുള്ളായിരിക്കില്ലേ, ബാക്കിയുള്ളവരൊന്നും നല്ലതല്ലല്ലോ അല്ലേ. എടി ആദർശ് മോൻ നല്ലത് തന്നെയാന്ന് പറഞ്ഞു. ആദർശ് മോനെ ചതിക്കാൻ ശ്രമിച്ച ആരാന്നറിയാലോ, ഈ ജ്വല്ലറിക്കാരാന്ന് പറഞ്ഞു. ദുബായി വെച്ച് നടക്കാത്തോണ്ട് അത് ഇവിടെ നടത്തിയതാന്ന് പറഞ്ഞു. പിന്നെ ജ്വല്ലറിക്കാര് വെറുതെ അങ്ങോട്ട് പറഞ്ഞ് വിട്ടേക്കുക, പറയുന്ന എനിക്കൊരു ന്യായമൊക്കെ ഇല്ലമ്മേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, നിന്റെ തലയിലേക്കൊന്നും കേറത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നബി പറഞ്ഞു, അതെ കേറത്തില്ല. അബിയാണെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ട്, അബിയുടെ അമ്മയാണെങ്കിലും വീട്ടിൽ ജോലികൾ ചെയ്യുന്നുണ്ട്. ഓരോ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മായിയൊക്കെ ആണെങ്കിൽ അത് ഇത് ചെയ്യുന്നൊക്കെ പറയും. അവരൊക്കെ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കാരണം എന്താന്ന് എനിക്ക് അറിയത്തില്ല, അമ്മയല്ലേ പറഞ്ഞേ അതിന് എന്തോ വ്യക്തമായിട്ട് കാരണം ഉണ്ടെന്ന്, അതെന്താന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, അതെ അതിന് തക്കതായ കാരണമുണ്ട്, അത് കാരണമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജലജയും അബിയൊക്കെ അനുസരിക്കുന്നത്.
അത് ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ അതറിയത്തില്ലാത്ത ഒരേ ഒരാള് നീ മാത്രമാന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞിപ്പോ നവ്യ പറഞ്ഞു, അതാ കാരണമാ എനിക്ക് അറിയണ്ടേന്ന് പറഞ്ഞു. കനവ് പറഞ്ഞു, ഞാൻ പറയാം, ഇനിയിപ്പോ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലോന്ന് പറഞ്ഞു. അ- ആ സമയത്ത് ആദർശം നയനയും കൂടെ കടപ്പുറത്തേക്ക് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിയാൽ മതി, കനകയെ തടയണം എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. ആ സമയം വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് അബി ജലജയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയാന്ന് പറഞ്ഞു. എടാ, ഇരിക്കാനും നിൽക്കാനും പറ്റില്ല, നീ ഇവിടെ ഓടി നടക്കുക, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ ഞാന്. നീ ആയിട്ടെല്ലാം വരുത്തി വെച്ചല്ലേ, ഒടുവിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് നിന്നെ ബാക്കി വെച്ചേക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ദേവേനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ വന്നിട്ട് എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഒന്നും പറയണ്ട എന്റെ ഏട്ടത്തി, കനക നവ്യയെ വിളിച്ചിട്ടുണ്ട്. അതിനിപ്പോ എന്താ, അല്ല അത് പിന്നെ ഉണ്ടല്ലോ. ആ സമയത്ത് അഭി പറഞ്ഞു, അതമ്മായി ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്നോട് വിളിച്ചിട്ട് അമ്മ പറഞ്ഞത് ഏൺ ജ്വല്ലറിയിലേക്ക് ഞാൻ പോകണ്ടെന്നാ പറഞ്ഞേ, അവിടുത്തെ ജോലിക്ക് പോകണ്ട മാനേജറായിട്ട്. പക്ഷെങ്കിൽ ഞാനത് അംഗീകരിച്ചില്ല, കാരണം നവ്യ അതിന് സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നവ്യയെ വിളിപ്പിച്ചിരിക്കുക കടൽപ്പുറത്തേക്ക്, എന്തോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. മിക്കവാറും ചന്തുമോൾ എന്റെ കുഞ്ഞാന്ന് പറയാനായിട്ടായിരിക്കും വിളിപ്പിച്ചിരിക്കുന്നത്. അതൊരു നല്ല കാര്യമല്ലേടാ, അമ്മായി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാ, അവൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. കൊല്ലട്ടാ, അത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, ഏട്ടത്തി എന്ത് വർത്താനം പറയണേ, പിന്നല്ലാതെ. എടി, ഇത്രയും കാലം ഇത് നീയും ഇവനും ഒക്കെ അങ്ങനെ രക്ഷപ്പെട്ട് നടന്നു. പാവം എന്റെ മോൻ ആദർശ് ആ കുറ്റം തലയിലേറി എല്ലാവരുടെ മുന്നിൽ അപഹാസ്യനായിട്ട് നിന്നു. നിനക്കറിയാലോ, ഈ പറയുന്ന നവ്യ പോലും ആദർശിനെ എപ്പോഴും കുറ്റപ്പെടുത്തുക ചെയ്തേ, ആദർശിന്റെ മോളാ ചന്തുമോളെന്നും പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ കേട്ടിട്ടോ ആദർശം അതിന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അതേ കാലം ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നിനക്കൊക്കെ അറിയാലോ. ഏൻ ജ്വല്ലറിയിലെ പരസ്യ മോഡലായിട്ട് അവള് പോയി, അവളെ ചോദ്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾ ആദർശനെ കുറ്റപ്പെടുത്തിയുള്ള സംസാരമൊക്കെ സംസാരിച്ചേ, അതൊക്കെ നിനക്കൊക്കെ അറിയാവുന്നതല്ലേ. എന്നിട്ട് ഇനിയെങ്കിലും വൈകിയാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയട്ടെ, അതേ കാലം മൂടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, ഏട്ടത്തി അത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? നീയും ഇവനും അനുഭവിക്കുന്നു, ഞങ്ങളാരും അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. എന്താണെങ്കിലും അത് പറയാനാണോ അല്ലയോന്ന് അറിയത്തില്ല, പറയാതിരിക്കാൻ നീയൊക്കെ പ്രാർത്ഥിക്കും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നവ്യ ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയാന്ന്, നിനക്കൊട്ടൊക്കെയുള്ള പണിയായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ജലജയ്ക്കും അഭിക്കും. പിന്നീട് ദേവേനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, ഒക്കത്തിനും കാരണം ഇവളായിരിക്കും മിക്കവാറും കരയാനെ ഇളക്കി വിട്ടിരിക്കുന്നത്, എല്ലാം കണക്കാന്ന് പറഞ്ഞു. നമ്മൾ നശിച്ചു കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അഭി പറഞ്ഞു, അമ്മയെ എനിക്ക് പേടിയാവുന്നുണ്ട്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഓർത്തോണ്ട്. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നിന്നോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അനുഭവിച്ച എന്നെ തീരുവോളെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയത്ത് കനകയോട് നവ്യ പറഞ്ഞു, അമ്മേ, കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശന്റെ ആ കുഞ്ഞുണ്ടല്ലോ ചന്തുമോള്, അവളുടെ ഉത്തരവാദിത്തം വേണം താൻ ഏറ്റെടുക്കാന്ന് പോലും അഭി എന്നോട് പലവട്ടം പറഞ്ഞ അറിയാലോ. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, ആദർശേട്ടനെ നാണക്കെടുന്ന് രക്ഷിക്കാന്നൊക്കെ പറഞ്ഞ അത്ര നല്ല മനസ്സുള്ളവനാ എന്റെ അഭി, അമ്മയ്ക്ക് അറിയാവുന്ന ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കന പറഞ്ഞു, കൊള്ളാം, നല്ല കഥ. അവനങ്ങനെ പുണ്യാളനാവാൻ വേണ്ടി നിന്റെ അടുത്ത് ഇങ്ങനെ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സത്യം മാത്രം തുറന്നു പറഞ്ഞില്ലല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, എന്ത് സത്യങ്ങള്? എടി, നിനക്കറിയാവോ ഈ പറയുന്ന അഭി എന്തുകൊണ്ടാ ഈ ദേവേനിയൊക്കെ പറഞ്ഞുമ്പോ ഓരോ ജോലികളൊക്കെ ചെയ്യുന്നേ? ചന്തമോളെ ഒരുക്കാൻ പറയുമ്പോ ഓടിപ്പോയി ഒരുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാ? നീ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പേടിച്ചിട്ടാ. വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പേടിച്ചിട്ടാന്ന്. എടി, ഇങ്ങനെയൊക്കെ പറയുമ്പോ നീ അതൊക്കെ വിശ്വസിച്ചില്ലേ? നിനക്ക് നാണമുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിനക്കാണൊരു ജോലിയുണ്ട്, ഇനിയിപ്പോ ഏൻ ജ്വല്ലറിയുടെ മാനേജർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിക്കും നിനക്കും അനന്തപുരിക്കാരുടെ സഹായമില്ലാതെ നല്ല സുഖമായിട്ട് ജീവിക്കാം. പിന്നെന്തിനാ അവന് ഇത്ര ഭയക്കേണ്ട കാര്യം? വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവിക്ക് ഉത്തരം പറ്റി. ഈ സമയത്ത് നവി പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, അമ്മയ്ക്ക് എന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാ പറ, എനിക്കത് കേട്ടാ മതി, കുറെ സമയമായല്ലോ. അപ്പോഴേക്കും കനക പറഞ്ഞു, ഞാനിത് പറയണ്ടെന്ന് പലതവണ കരുതിയതാണ്, പക്ഷെ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. പാവം എന്റെ ആദർശമോനൊക്കെ ഇത് കാരണം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാവോ? ഇതിപ്പോഴും ഈ സത്യങ്ങളൊക്കെ പുറത്ത് പറയലെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇനിയും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ കേട്ട് നീ ആ കുടുംബത്തെ നശിപ്പിച്ചോണ്ടിരിക്കുക, നീയോ അവനും ചേർന്നിട്ട്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ നിന്നെ നേരിട്ട് കണ്ട് ഇത് പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അമ്മ സസ്പെൻസ് ഇടാതെ കാര്യം പറമ്മേ. അതെ, നീ പറഞ്ഞല്ലോ ആദർശിന്റെ മോളാ ചന്തൂന്ന്, പക്ഷേങ്കിൽ അത് വെറുതെയാ.
അനഘയില് അബിക്ക് ജനിച്ച കുഞ്ഞ ചന്തുമോളെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നബി പറഞ്ഞു, കൊള്ളാലോ അമ്മയുടെ കഥ. അമ്മയാളും മിടിക്കുകയാണല്ലോ. അബി ഏൺ ജ്വല്ലറിലേക്ക് പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അസൂയ മൂത്ത കള്ളക്കഥ ഉണ്ടാക്കി വന്നിരിക്കും അല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, എനിക്ക് അസൂയ അത് നിന്നോട്. എന്റെ അമ്മേ, ഞങ്ങൾ നല്ല രീതി ജീവിക്കുന്ന അമ്മയ്ക്ക് സഹിക്കുന്നില്ലല്ലേന്ന് ചോദിച്ചു. എടി, നല്ല രീതിയിൽ നീ ജീവിക്കുന്നോണ്ട് എനിക്കൊരു പ്രശ്നമില്ല, അറിയാലോ. ദേ ആദർശിന്റെ മോളാ ചന്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആദർശിനെ വെറുത്ത. പിന്നീട് അബിയെ സ്നേഹിച്ചു. ഒരു കാലത്ത് നിന്റെ അബി എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു, നിനക്കറിയാലോ. പിന്നീട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് അവരെ വെറുത്തെ. അബിയെ ഞങ്ങൾ അത്ര കണ്ട് സ്നേഹിച്ച അത് നീ മറന്നുപോയെന്ന് ചോദിച്ചു. ഇത് കേട്ടിഞ്ഞപ്പോ നമ്പി പറഞ്ഞു, അമ്മ ഈ കള്ളക്കഥകളൊന്നും പറയണ്ട, എനിക്കറിയാം ഇങ്ങനത്തെ കഥകളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരുമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. ഓ, അപ്പൊ അബി നേരത്തെ അബിയുടെ അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കൂല്ലേ, പേടിച്ചിട്ട്. അത് കേട്ടപ്പോ നബിയൊന്നും മിണ്ടിയില്ല. എടി, ഇനിയും നീ ഇങ്ങനെ മന്ദബുദ്ധിയായി പോവരുത്. ശരിക്കും പറഞ്ഞ സത്യം അതൊന്നും അല്ല, നീ വിചാരിച്ചിരുന്ന പോലെ ഒന്നും അല്ല. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്, അതിനൊരു മാറ്റമില്ല. ഇത്രയും കാലം ആദർശ ആ കുറ്റം ഏറ്റെടുത്ത് തലയെ വെച്ചിരിക്കുമായിരുന്നു. ഇതിനുമുമ്പ് നിന്നോട് ഞാൻ വന്ന് ചോദിച്ചു ഓർക്കുന്നുണ്ടോ, ആദർശിന്റെ സ്ഥാനത്ത് അബി ആയിരുന്നെങ്കിൽ ചന്തുമോളുടെ അച്ഛനെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? അപ്പൊ നീ പറഞ്ഞ ഉത്തരം എന്റെ മനസ്സിലുണ്ട്, ഞാൻ അവനെ തീർത്ത് കളയുന്നു, അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. എന്നിട്ട് ഞാനും ആത്മഹത്യ ചെയ്യുന്നു. അതറിഞ്ഞിട്ട് മാത്രമാണ് അവരൊന്നും മിണ്ടാതിരുന്നേ. അന്ന് ആ സത്യം ഞാൻ പറയാൻ വന്നാ, പക്ഷെ അതറിഞ്ഞിട്ടാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്തിട്ടാ നിന്നോടൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ നബി ഇങ്ങനെ വല്ലാതായി. നബിക്ക് എന്തൊക്കെയോ ഒരു ഇത് തോന്നി. പിന്നീട് കനക പറഞ്ഞു, ഇനിയിപ്പം നിനക്ക് സംശയമുണ്ട്, നീ എവിടെയായാലും കൊണ്ട് അബിയെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക്. എവിടെ ചെന്ന് നോക്കിയാലും ചന്തുമോളുടെ അച്ഛൻ അബിയാന്നോ വരത്തുള്ളൂ, ആദർശാന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റിയില്ല നബിക്ക്. നബി ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ലോ. ഇനി നീ അബിയോട് ചെന്ന് ചോദിച്ചു നോക്ക്, സത്യമല്ലേ പറഞ്ഞേന്ന്. ഇനി അവൻ ഇത് നിരസിക്കുവാണെങ്കിൽ അവനെയും കൂട്ടി നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ അവനെ കൊണ്ട് പറയിക്കാം സത്യമാണോ കള്ളത്തരമാണെന്ന്. ആ കുടുംബത്തിൽ ഈ കാര്യങ്ങൾ അറിയാത്തില്ലാത്ത നിനക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും സത്യങ്ങൾ അറിയാന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം നവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് മാത്രമല്ല, പാമ്പിടിച്ച അനഘയെന്ന് പറയുന്ന ആ പെൺകുട്ടിയെ അവൻ പറഞ്ഞു വഞ്ചിച്ച് ഗർഭിണിയാക്കി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി. എന്നിട്ടോ പലതവണ കൊല്ലാൻ ശ്രമിച്ചു. അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടാണ് അവള് ഹോസ്പിറ്റലിൽ ആയെന്ന് പറഞ്ഞു. എടുത്തി പോലെയാണ് നവ്യ ആ വാക്കുകളൊക്കെ കേൾക്കുന്നത്. പിന്നീട് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ കനക ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. ആദർശം വന്നിട്ട് ചോദിച്ചു, അല്ല നവ്യ വന്നായിരുന്നു മോനെ. അവളോട് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് അക്ഷമരായിട്ട് ബാൽക്കണിന്റെ അവിടെ കാത്തു നിൽക്കുവാണ് അബിയും ജലജ്. അമ്മ ഇതുവരെയായിട്ടും അവള് വന്നില്ലല്ലോ. എടാ, മിക്കവാറും സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ വന്നെങ്കിൽ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും. ഏൻ ജുള്ളിലേക്കുള്ള നിന്റെ പോക്കും കാര്യങ്ങളൊക്കെ നിൽക്കും. പിന്നെ നിനക്ക് ജോലിക്ക് പോകാനും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? അവള് വരട്ടെ. നിനക്ക് കയ്യെ കാലെ പിടിച്ചിട്ടാണെങ്കിലും കനകയുടെ ഈ കാര്യങ്ങളൊന്നും പറയരുത്. എന്തേലും ഒന്ന് ചെയ്യാൻ മേലായിരുന്നോ? ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, അതിനൊന്നും പറ്റിയില്ലമ്മേന്ന് പറഞ്ഞു. എങ്കിലും ഒരു കാര്യം ചെയ്യ, ഇനി അനുഭവിച്ചോ, അല്ലാതെ ഞാൻ എന്ത് പറയാനാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് താഴെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. കാറിനകത്തുനിന്ന് നവ്യ ഇറങ്ങുവാണ്. ആകെപ്പാടെ തകർന്ന മട്ടില്. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബി ആകെപ്പാടെ പേടിച്ചു വരച്ചു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.